പി വി ജോഷില ഇപ്പോൾ ചേരുന്നുണ്ട്. മേപ്പാടിയിലാണ്. നേരത്തെ ജോഷില ഉണ്ടായിരുന്നത് അവിടെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ്. അവിടെ നിരവധിയായിട്ടുള്ള മൃതദേഹങ്ങൾ എത്തിക്കുന്നുണ്ടായിരുന്നു. ജോഷില, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്താണ്? ഖബർസ്ഥാനിൽ തന്നെയാണോ ഇപ്പോഴും ജോഷിലയും ഉള്ളത്? തീർച്ചയായും കാവ്യ, ഞാനിപ്പോഴും ഖബറിസ്ഥാനിനടുത്താണുള്ളത്. ഇവിടെ മൃതദേഹങ്ങൾ ഏകദേശം 50ഓളം മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. ഇതുവരെ 5 മൃതദേഹങ്ങൾ സംസ്കരിച്ചു കഴിഞ്ഞു. വളരെ സാഹസികമായി തന്നെയാണ് ഇവർ ഖബർ ഒരുക്കുന്നത്. ഇവിടെ കുഴി കുഴിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സാഹസികമായ ഒരു അവസ്ഥയാണ്. മാത്രമല്ല, മഴ ഏകദേശം ചാറി തുടങ്ങിയിരിക്കുന്നുണ്ട്. അത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും കൺഫ്യൂഷനായി നിൽക്കുകയാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, എവിടെ നിന്നുള്ള? ഞങ്ങൾ വടകര വില്യാപ്പള്ളി ഭാഗത്തുള്ള ആൾക്കാരാണ്. ഇന്നലെ ഇന്നുമായിട്ട് വന്ന ഇവരൊക്കെ ഇന്നലെ വന്ന ആൾക്കാരാണ്. അപ്പം നമ്മളോട് കമ്മിറ്റി പറഞ്ഞത് 50 ഖബർ ഇവിടെ സ്ഥാപിക്കണമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ഭീകരത ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ടോട്ടൽ 72 മയ്യത്തുകൾ ഖബറടക്കി ഓൾറെഡി. ഇനി 50 മയ്യത്ത് കൂടി ഉണ്ടാവുന്നതാണ്. ഈ പള്ളിയിൽ മാത്രം 50 ഖബർ വയ്ക്കുക. അപ്പം പല പ്രദേശത്തു നിന്നുള്ള ഈ നാട്ടുകാരില്ലാത്ത വടകര പ്രദേശത്തുള്ള ഓരോ ആൾക്കാർ 5-8 പേര് ചേർന്നുകൊണ്ട് ഓരോ സ്ഥലത്ത് 3 ഖബറുകൾ കുഴിച്ചുകൊണ്ട് അതിൻ്റെ പണി വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ എത്താനുള്ള സമയം നിലമ്പൂരിൽ നിന്നും 17 മയ്യത്തുകൾ വരാനുണ്ട്. അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാൽ വരും എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളത് ഇപ്പോൾ ഓൾറെഡി 2 മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഒന്ന് കാർമേഘം കെട്ടിക്കിടക്കുന്നുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴയേ ഉള്ളൂ. പിന്നെ ഈ മണ്ണ് ഒരു ചളിമണ്ണാണ്. അപ്പോൾ കുഴിക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട്. എങ്കിലും ഇഷ്ടംപോലെ ആളുകളും അതിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാവ്യ, ഇതാണ് വടകരയിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്. അതായത് കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗമാണ് വടകരയുടെ. ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ രാത്രി മുതൽ എത്തിച്ചേർന്ന ആളുകളാണ്. വളരെ സാഹസികമായി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 50 മൃതദേഹങ്ങൾ ഇനിയും ഇവിടെ എത്താനുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു തുടങ്ങിയിരുന്നു. എത്തുന്ന മുറയ്ക്ക് കുഴിയൊരുക്കി അല്ലെങ്കിൽ ഖബറൊരുക്കി ആണ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത്. എന്തായാലും വളരെ സാഹസികമായ ഒരു സ്ഥിതി തന്നെയാണ്. മഴ പെയ്താൽ അത് വലിയ ദുഷ്കരമായ പ്രവൃത്തിയായി മാറും. അതേസമയം തന്നെ വരുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ അത് കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചയാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. മാനസികമായി പോലും തയ്യാറെടുത്തുകൊണ്ട് മാത്രമേ ഇത്തരം ഒരു പ്രവർത്തനത്തിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. വടകരയിൽ നിന്നും നാദാപുരത്ത് നിന്നും ഉള്ള ആളുകൾ ആണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രവർത്തികൾക്കൊന്നും നമ്മളും തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. ജോഷില പറഞ്ഞതുപോലെ തന്നെ അവർ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് മാനസിക ഒരുക്കം പോലും വേണം.